താന്നിരിക്കാമല്ലോ. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ആമീൻ ചുരുക്കൽ സമയങ്ങളെ നമ്മുടെ മുൻപിൽ ഉള്ളെങ്കിലും ആമീൻ ഹല്ലേലൂയ വചനം നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്. ആമീൻ പൗലോസ് പറയുന്നത് ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ സങ്കീർത്തനമുണ്ട്, ഹല്ലേലൂയ പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, പ്രവചനമുണ്ട്, വെളിപ്പാടുണ്ട്, എല്ലാമുണ്ട്. പിന്നെ അവസാനം പൗലോസ് പറയുന്നു ആമീൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനവും എന്ത് ചെയ്യുന്നു? കൈമാറുന്നുണ്ട്. ആമീൻ രാത്രികാലം വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്, വചനം നമ്മളെ ഉദ്ധരിക്കുന്നതാണ്, വചനം നമ്മെ വഴി നടത്തുന്നതാണ്. ആമീൻ ജീവനുള്ള വചനം ഇന്ന് രാത്രികാലം അല്പസമയം നമുക്ക് ആമീൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വിഷയത്തിന്മാരോട് കേൾക്കുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കേണ്ടതിന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ആമീൻ ഹല്ലേലൂയ സമയങ്ങൾ നമ്മുടെ മുമ്പിൽ അധികം ഏറെ കടന്നുപോയത് കൊണ്ട് ആമീൻ ഹല്ലേലൂയ സമയം നമ്മുടെ മുമ്പിൽ ഹല്ലേലൂയ കുറവായത് കൊണ്ട് നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ ഇന്ന് ആമീൻ അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് കടന്നു വന്ന ദൈവദാസന് ആമീൻ ഹല്ലേലൂയ തുടർന്നുള്ളതായ സമയങ്ങൾ കൊടുത്തുകൊണ്ട് ആമീൻ ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി ജോയി ഭാഷ ഞാൻ മുൻപോട്ട് ക്ഷണിക്കുന്നു. കരങ്ങളെ തട്ടി ആമീൻ ഹല്ലേലൂയ തന്നെ സ്വാഗതം ചെയ്യാം. കർത്താവിന്റെ സന്നിധിയിൽ നാമം ഈ നല്ല രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടയാകുന്ന ഈ മീറ്റിങ്ങിൽ എനിക്കൂടെ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ആ വലിയ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില ആഴ്ചകളാൽ കടന്നു വരണമെന്ന് ആഗ്രഹിച്ചു, എന്നാൽ ഒന്നും കഴിയുന്നില്ല. എന്നാൽ എന്ത് തന്നെ ഇന്ന് അത് സാധിക്കുവാനിടയായി. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ടയാകുന്ന ആരാധനകൾ ദൈവം നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. ദൈവത്തിൽ നമുക്ക് ഓരോ വാക്കുകൾ പറഞ്ഞ് നിർത്തുവാനായി താല്പര്യപ്പെടുന്നു. നമുക്ക് പ്രിയ ദൈവദാസൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനം നമുക്ക് അത്യാവശ്യ കാര്യമാണല്ലോ. സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് വേഗത്തിൽ ഒന്നിൻ്റെ കാര്യങ്ങളെ ഓർപ്പിച്ച് വാക്കുകൾ കൂടാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. നമുക്ക് ഇന്ന് രാത്രിയിൽ ഇവിടെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 68-ാമത്തെ വാക്യം വേഗത്തിൽ അത് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 68-ാമത്തെ വാക്യം. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും. മതി, ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ വിവിധ ഇടങ്ങളിൽ കടന്നു വന്നിയാകുന്ന നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനുള്ളയാകുന്ന ഒരു ഭാഗ്യം ലഭിക്കുവാനിടയായി. എത്രയോ പ്രിയപ്പെട്ടവർക്ക് കർത്താവിനെ ആരാധിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ നിരാശയിലും വേദനയിലും രോഗത്താലും വിവിധ ഇടങ്ങളിൽ അവർ നീറിപ്പകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഭാഗ്യം നൽകുവാനിടയായി. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തേജസ്സിന്റെ കരം ഇന്ന് രാത്രിയിലും ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടെ ആയിരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും കൂട്ടി വരുത്തി കർത്താവ് ഈ ഭവനത്തിനുള്ളിൽ കർത്താവെ ആക്കി വെച്ചിട്ട് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ദൈവം ഇവിടുന്ന് അയച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങൾ തന്നെയല്ല കർത്താവെ, ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളും മാതാപിതാക്കന്മാർ, ഞങ്ങളുടെ കർത്താവെ മറ്റു സഹോദരങ്ങളെല്ലാവരും അത് പ്രാപിക്കുവാൻ നേടിയെടുക്കുവാൻ വിജയത്തെ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കട്ടെ. വായിച്ച തിരുവചനം അവിടുത്തെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കണം. അത് ജനത്തിന് അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. കൃപയെ ഞങ്ങളെ ഒരുമിച്ച് മറച്ചാട്ട് യേശു കർത്താവിന്റെ നാമം തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യ തിരുനാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ വായിക്കപ്പെട്ടയാകുന്ന തിരുവെഴുത്ത് വളരെ
സുപരിതമാകുന്ന ഒരു വചനമാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 68-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുവാനിടയായത്. ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ രണ്ട് കാര്യം നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്ന്, വൈദ്യനായ ലൂക്കോസ്, രണ്ട്, തന്റെ മേൽ വ്യാപരിക്കുന്നയാകുന്ന ഒരു ദൈവത്വം, ദൈവാത്മാവിന്റെ പ്രവൃത്തി, രണ്ടും കൂടെ അതിനെ കോർത്തിണക്കിക്കൊണ്ട് ഏറ്റവും കാതലായ വിഷയത്തെ വൈദ്യനാകുന്ന ലൂക്കോസ് കൊണ്ടുപോകാനിടയായി. അത് കാതലായ വിഷയം എന്ന് പറയുന്നത് ദൈവാത്മാവിന്റെ ഒരു വീക്ഷണത്തിലാണ് താൻ ഈ സുവിശേഷം ലോകരക്ഷിതാവാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തുവാനിടയായത്. ഇത് രാത്രി നമ്മൾ ചിന്തിക്കുന്നയാകുന്ന വിഷയം തന്റെ ജനത്തെ ദൈവം സന്ദർശിക്കും. തന്റെ ജനത്തെ ദൈവം സന്ദർശിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ദൈവം തന്റെ ജനത്തെയാണ് സന്ദർശിക്കുന്നത്, മറ്റൊരാളെയല്ല ദൈവം സന്ദർശിക്കുന്നത്, തന്റെ ജനത്തെ. അപ്പൊ തന്റെ ജനത്തെ ദൈവം സന്ദർശിക്കണമെങ്കിൽ ഈ ജനവും ദൈവമായിട്ട് ഒരു നല്ല ബന്ധമാണ്. അപ്പനും മക്കളും ഉള്ള ബന്ധം പോലെ ദൈവത്തിന് തന്റെ ജനവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ബന്ധമില്ലെങ്കിൽ ആരും ചോദിച്ച് പറഞ്ഞൊന്നും ചെല്ലാൻ കഴിയാത്ത ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ തിരുവനന്തപുരത്തിൽ വിളിച്ചു പറയുന്നു, തന്റെ ജനത്തെ അവൻ സന്ദർശിക്കുന്നു. അങ്ങനെ ഇന്ന് രാത്രിയിലും ഈ മാസങ്ങളിലും വർഷങ്ങളിലും ചില മാസങ്ങളായിട്ട് ദൈവം തന്റെ ജനത്തെ ഇവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുടുംബങ്ങളിലും വ്യക്തികളിലും ദൈവം സന്ദർശനം അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദൈവത്തിന്റെ ആയിരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയും എന്റെ പ്രാർത്ഥനയും ഈ ദേശത്തിന് ഒരു വിടുതലായി മാറട്ടെ. കടന്നു വരുന്ന നമുക്ക് ഒരു വിടുതലായിട്ട് ദൈവം മാറ്റട്ടെ. അപ്പൊ ഈ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇങ്ങനെയാണ്: തന്റെ ജനത്തെ ദൈവം സന്ദർശിക്കുന്നു. എന്തിനാണ് ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്നത്? തിരുവനന്തപുരത്ത് ഇങ്ങനെ എനിക്ക് എന്റെ പഠനത്തിൽ എനിക്ക് ലഭിക്കാനിടയായത് ഇങ്ങനെയാണ്: ദൈവം സന്ദർശിക്കുന്നത് വിവിധ രീതികളാണ് ദൈവം സന്ദർശിക്കുന്നത്. വിവിധ രീതികളിലാണ് ദൈവം തന്റെയാകുന്ന ദർശനത്തിൽ ചിലരെ സന്ദർശിക്കുവാനിടയാകും. ദൈവം വിളിയാൽ ചിലരെ സന്ദർശിക്കുവാനിടയാകും. ദൈവം ചിലരെ തെരഞ്ഞെടുപ്പിൽ കൂടെ സന്ദർശിക്കുവാൻ, വിവിധ രീതികളിൽ ദൈവം സന്ദർശിക്കുവാനിടയാകും. അപ്പൊ ഈ സന്ദർശന കാലം എന്തിനാണ് ദൈവം സന്ദർശിക്കുന്നത്? ഓടിച്ച് നമുക്ക് ഒന്ന് രണ്ട് വാക്കുകൾ ഓടിച്ച് ഓർമ്മപ്പെടുത്തിയ വാക്കുകൾക്ക് വിരാമം വിടാം. വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വേഗത്തിലെടുത്താട്ടെ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിച്ചാട്ടെ. തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ ഇടയിൽ ഒളിച്ചു. വൃക്ഷങ്ങളുടെ നടുവിൽ ഒളിച്ചു. ദൈവം ആരെയാ സന്ദർശിക്കാൻ പോയത്? തന്റെ ജനത്തെ. നിങ്ങൾ മറക്കരുത്, തന്റെ ജനത്തെ ദൈവം സന്ദർശിക്കാൻ പോയി. ദൈവം സന്ദർശിക്കാനായി, തന്റെ ജനത്തെ സന്ദർശിക്കുവാനായി ആക്കി വെച്ചാകുന്ന ഇടങ്ങളിലേക്ക് ദൈവം വന്നപ്പോൾ തന്റെ ജനം അവിടെ ഇല്ല. തന്റെ ജനം മറ്റൊരു ഭാഗത്ത് മറയുവാനിടയായി. ഓർക്കണം, മറ്റൊരു ഭാഗത്ത് മറയുവാനിടയായി. ഈ മറഞ്ഞു നിൽക്കുന്നയാകുന്ന ജനത്തെ എന്തുകൊണ്ട് പറഞ്ഞു? ആ ജനത്തെ തന്റെ അടുക്കലേക്ക് വരുത്തേണ്ടതിന് ദൈവം അവിടെ പ്രവർത്തിക്കുവാനിടയായി. കണ്ടോ, അവിടെ പറയുന്നു നിന്റെ ഒച്ച അഥവാ വെയിലാറിയ സമയത്ത് തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ ഒളിക്കുവാനിടയായി. ഇന്ന് രാത്രി കുഞ്ഞ് ഒരു കാര്യം ഓർക്കുക, ഒളിച്ചും പാത്തും മറഞ്ഞു നിൽക്കുന്ന തന്റെ ജനത്തെ സന്ദർശിക്കുവാനായി ദൈവം തന്റെ അധികാരമുള്ളിയാകുന്ന വചനത്തിന്റെ ശക്തി ദേശത്ത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ ജനത്തെ മറയ്ക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ ജനത്തെ ദൈവം മടക്കിക്കൊണ്ടുവരുവാനിടയാകും. ഈ രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കണം. മറഞ്ഞിരിക്കുന്നയാകുന്ന
പ്രാർത്ഥന ആമിഹല്ലേലൂയ ഒരു വലിയ മുതൽക്കൂട്ടുണ്ടാക്കുവാനുള്ള പ്രാർത്ഥനയല്ല. ആമിഹല്ലേലൂയ പക്ഷേ മറഞ്ഞു നിൽക്കുന്നയാകുന്ന, ബന്ധമില്ലാതെ മാറി നിൽക്കുന്നയാകുന്ന, ഉടഞ്ഞു പോയാകുന്ന ചിലതിനെ ചേർത്ത് പണിയേണ്ടതിന് ദൈവം ഇറങ്ങി വന്ന ആ കുഞ്ഞ്, ദൈവം ഇറങ്ങി വന്ന ആ കുഞ്ഞ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്നലെ ദൈവത്തിന്റെ പ്രവർത്തികളെ കുടുംബങ്ങളില് ഞാൻ ഈ തിരുവെടുത്തുകൾ ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കുവാനിടയായി. മറഞ്ഞു നിൽക്കുന്നവനെ ദൈവം തന്നെയാകനെ അത് ഉടിപ്പൊട്ടാക്കി അവനെ പുറത്തു കൊണ്ടുവരുവാനിടയായി. കണ്ടോ, നീ നഗ്നനായി മറഞ്ഞു നിന്നുവെങ്കിൽ ആ തിരുവെടുത്തുകൾ ആരോട് പഠിക്കുമെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആദത്തിനും തന്റെ ഭാര്യയ്ക്കും കൊടുത്തവനെ മറഞ്ഞിരുന്നെടുത്തുന്നത് പുറത്തു കൊണ്ടുവരുവാനിടയായി. ഒന്നുകൂടെ പറഞ്ഞ നഷ്ടപ്പെട്ടു പോയവനായി, അംഗീകാരം നഷ്ടപ്പെട്ടു പോയവനായി, അംഗീകാരത്തിൽ നിലനിൽക്കാൻ കഴിയാതെ അവനെ വല്ലാത്ത അനുഭവത്തിലേക്ക് മാറ്റി നിർത്തിയാകുന്ന മനുഷ്യനെ ദൈവം സന്ദർശിച്ചപ്പോൾ അവൻ ഉള്ളത് തുറന്നു പറഞ്ഞു, എനിക്ക് നിന്നെ കാണുവാൻ കഴിയത്തില്ല. അയ്യോ, ഞാൻ ഭാവിയായി മാറിപ്പോയി. പാപത്തിന്റെ അനുഭവത്തിലേക്ക് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാറിപ്പോയി. അതുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് എനിക്ക് വരാൻ കഴിയത്തില്ല. നിരാശ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ സഹോദരങ്ങൾ എത്ര പേരാണ് ഈ ദൈവീക പ്രവൃത്തികളെ കണ്ട് മനസ്സിലാക്കാൻ കഴിയാതെ ഇതിലേക്ക് വരാതെ മറഞ്ഞു നിൽക്കുന്നത്? എന്റെ സഹോദരൻ, എന്റെ ജ്യേഷ്ഠൻ ഇതേ അനുഭവങ്ങളിൽ മറഞ്ഞു നിൽക്കുകയാണ്. എന്റെ ബന്ധുക്കളിൽ പലരും മറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളുടെ ഏവരുടെയും ബന്ധുക്കളും മക്കളും ഒക്കെ പലരും മറഞ്ഞു നിൽക്കുകയാണ്. എന്താ കാര്യം? ഇതിലേക്ക് വരാൻ കഴിയാതെ. എന്താ കാര്യം അറിയാമോ? ഈ ദൈവിക തേജസ് നഷ്ടപ്പെട്ടു പോയവനായി മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യഭിചാരത്തിന്റെ പിടിയിലേക്ക് മാറിയവന് മരത്തിന്റെ ആകുന്ന മറവിൽ ഒളിച്ചു നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കൂട്ടായ്മ ദൈവം സന്ദർശിച്ച് ജനതിനെ കൂടെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന് പ്രയോജനമുണ്ടാകുന്ന വ്യക്തികളെ ആക്കി ദൈവം മാറ്റുവാനിടയാകുക. അതാ പ്രാർത്ഥന എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറയട്ടെ, ഒരു മാസത്തിൽ ഒരാളെ വിടുവിക്കപ്പെട്ട് വന്നാൽ അതിന്റെ പ്രതിഫലം സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുവാനിടയാകുക. സ്വർഗത്തിൽ ഒരിക്കലും നിങ്ങൾ ലഭിക്കുവാനിടയാകുക. പോകട്ടെ, വേഗത്തിന്റെ താളിവാക്കുകൾ വായിച്ചാണ്. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? അതിന്റെ പാനതാമാക്കി മാറ്റാട്ടെ. നീ നഗ്നെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ. ഇപ്പോൾ അവരാരല്ല, നഗ്നത അല്ല, അവർ പുറത്തേക്ക് വരുവാനിടയായി. ഈ തിരുവെഴുത്തുകൾ എന്റെ ഉള്ളിൽ ദൈവാത്മാവ് നൽകിയപ്പോൾ ഞാൻ ചിന്തിക്കുവാനിടയായി, ഇതൊരു പഴയ തിരുവെഴുത്തുകളാണ്. എന്തുകൊണ്ടാണ് ഈ തിരുവെഴുത്ത് ഇങ്ങനെ ലഭിക്കുവാനിടയായി ചിന്തിക്കുവാനിടയായി? എന്നാ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കുവാനിടയായി. പലരെയും നഗ്നരെന്ന് മാറി നിൽക്കുന്ന പലർക്കും പുറത്തു വരാൻ കഴിയാത്തത് കൊണ്ട് ദൈവം താൻ ഇറങ്ങി വന്ന് അവർക്ക് വസ്ത്രം ഉണ്ടാക്കി കൊടുത്ത് അവരെ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുവാനിടയായി. അങ്ങനെയെങ്കിൽ അതിന് ദൈവം ഇറങ്ങി വരണമെങ്കിൽ അതിനൊരു കൂട്ടായ്മ ഉണ്ടെങ്കിലേ പറ്റും. ദൈവം വരണമെങ്കിൽ ഒരു കൂട്ടായ്മ വരണം. അങ്ങനെ കൂട്ടായ്മ വരണമെങ്കിൽ കാഴ്ചപ്പാടുള്ളയാകുന്ന അല്ലെങ്കിൽ ദൈവം തിരിച്ചറിയുന്നയാകുന്ന വ്യക്തിയെ ദൈവം തെരഞ്ഞെടുക്കുവാൻ
പറയുവാനിടയായി. ആമേൻ. ഇവിടെ ഇഷ്ടംപോലെ ജനം ഉണ്ടായിട്ടല്ല, ആമേഹലി ദൈവത്തിന് ഓരോരുത്തരും ഇടപെടാൻ കഴിയാത്തത് കൊണ്ടല്ല. പറയട്ടെ, ചില കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്നയാളെന്ന് പ്രിയ ആമി യോസഫാനോട് ദൈവം ഇടപെട്ട് ഈ കുടുംബം ആമി തെരഞ്ഞെടുത്ത് ഇവിടെ ഇങ്ങനെ ക്രമീകരണം ഒരുക്കി അവിടെ ഞാൻ ഇറങ്ങി വന്ന് ആമികള് ജനത്തോട് ഇടപെടുമെന്നുള്ളയാകുന്ന ഒരു അരപ്പാട് ഉള്ളിന്റെ ഉള്ളിൽ ചിന്ത കൊടുത്തപ്പോൾ പ്രിയപ്പെട്ടയാകുന്ന തന്റെ ദാസൻ ആമി ഇങ്ങനെ സന്ദർശനത്തിന് വേണ്ടി ആമി ഇവിടെ വന്ന് കണ്ടെത്തി ആമി ജനത്തെ വിളിച്ചുകൊണ്ട് ആമി ദൈവത്തിനെ പ്രവൃത്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. ഒരു കാര്യം മനസ്സിലാക്കണം, മറഞ്ഞു നിൽക്കുന്നവന് അവൻ തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കി തന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഇന്ന് രാത്രി നിങ്ങൾ ഇതിനകത്തൊരു വലിയ മർമ്മം കിടപ്പുണ്ട്. ഇന്നലെ വിശുദ്ധമാകുന്ന വസ്ത്രങ്ങൾ മാറി വിശുദ്ധ ആരാധനകൾ ത്യജിച്ച് ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ചിലരെ ഈ ദിവസങ്ങളിൽ സന്ദർശിക്കും. സന്ദർശിച്ച് ഇന്നുവരെ ഞാൻ പുറത്തു വരുത്തില്ല എന്ന് പറഞ്ഞ വ്യക്തിയെ പുറത്ത് കൊണ്ടുവന്ന് ദൈവത്തിന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കിയിരുന്ന ദൈവമേ, ഞാൻ ചെയ്തിരുന്ന അനുഭവത്തിൽ നിന്ന് നീ ഇത്രത്തോളം എന്നോട് ക്ഷമിച്ച് എന്നെ കൊണ്ടുവന്ന് വീണ്ടും നിന്റെ മകനാക്കുവാൻ നിനക്ക് എന്നോട് മനസ്സറിഞ്ഞല്ലോ എന്നുള്ളയാകെ അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു, അതൊരു ദൂതായി വെളിപ്പെട്ട് വരട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾക്കൂടെ വെളിപ്പെടേണ്ടത്, ഞാൻ വിശ്വസിക്കേണ്ടതെന്ന് പറയാണ്. ഇന്ന് പകലില് ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പരസ്യവേറെ പ്രോഗ്രാം. പക്ഷേ കഴിഞ്ഞ രാത്രി വരെയും ഏകദേശം ഒരു 7 മണി വരെയും ആഹാരത്തിനുള്ളിലേക്ക് യാതൊരു മാർഗവും എന്റെ കൈവശം ഒത്തില്ല. ഞാൻ ദൈവം പ്രാർത്ഥിക്കുവാനിടയായി. പക്ഷെ ദൈവാത്മാവ് വെളുപ്പിലെ ഒരു ദർശനം ഞാൻ കാണുവാനിടയായി. ദൈവത്തിന് മഹത്വം ഇറങ്ങി വരുന്നു. ദൈവത്തിന്റെ മഹത്വം അറിവ്. ഞാൻ രാവിലെ എന്റെ ഭാര്യയോട് എന്തോ ഇന്നൊരു വലിയ മഹത്വം ദൈവം വെളിപ്പെടുത്തും എന്ന് ഞാനിങ്ങനെ കഴിഞ്ഞ രാത്രിയിൽ ഇങ്ങനെ കാണുവാനിടയായെന്ന് പറഞ്ഞു. സ്തോത്രം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും അവിടെ നമുക്ക് ചെല്ലാൻ പറ്റും. നേരത്തെ അതിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം. പക്ഷേ കേൾവിയില്ലാത്തവര് നമ്മൾ സംസാരിച്ച വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തവര് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളയാകുന്ന സങ്കേതമെന്നയാകുന്ന അനുഭവ മേഖലകളിൽ ഈ കലൈവരത്തൊരു സങ്കേതമുണ്ട്. അതിന്റെ മേഖലകളിലായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ പ്രവർത്തനം. പക്ഷേ ഒരിടത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ട് പെട്ടെന്ന് എന്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത വന്നു. ഒരു പ്രോഗ്രാം അതിനകത്ത് നടത്തിയാൽ കൊള്ളാം. നേരത്തെ ഓർഡർ കൊടുത്തെങ്കിലേ ജോസഫ് എത്തിയെടുത്തു. പക്ഷേ എന്റെ ഉള്ളിൽ ഇങ്ങനെ എന്റെ കൂടെ ഒരു ദിവസം വരാൻ പറഞ്ഞു. ഞങ്ങളുണ്ട് അവിടെ ചെന്ന് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതും ജോസഫ് ആ വീട്ടിലേക്ക് വന്ന് കയറുവാൻ അവരുടെ സ്ഥാപനത്തിലേക്ക് വന്നു. അപ്പൊ ഞാൻ സെക്രട്ടറിയോട് ജോസഫ് ജാനോട് ഒമ്പതാണ്ട് ആ വണ്ടിയിലുണ്ടെന്ന് പറഞ്ഞു. ചെന്ന് അപ്പം എന്നെ കണ്ടുകൊണ്ട് പുള്ളി വണ്ടിയിൽ നിന്ന് ഡോർ തുറന്നിറങ്ങി. എന്താ കാര്യം ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ഈ പ്രദേശത്ത് ഒരു പരസ്യവേല ചെയ്യുകയാണ്. ഇതിനകത്ത് വന്ന് ഞങ്ങൾക്കൊരു 1/2 മണിക്കൂർ ദൈവവചന ശുശ്രൂഷയുടെ താല്പര്യം ഉണ്ടാച്ചാലെന്ന് പറയുന്നത്. എന്നോട് എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ന് 6 പേരേ ഉള്ളൂ. ഓക്കെ, കയറി വരാം. അവിടുത്തെ പ്രോഗ്രാം നടത്തി ഇവിടെ വന്നു. ഞങ്ങൾക്കൊരു 1/2 മണിക്കൂർ, ഏതുകൊണ്ട് 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം ഒരു 4-5 പാട്ടും ചെറിയ മെസ്സേജും ഞങ്ങളെ തന്നെ പരിചയപ്പെടുത്തുവാനും അവിടെ ഉള്ളയാകുന്ന ആ അന്തേവാസികൾക്കൊരു വലിയ അനുഗ്രഹമായി തീരുമാനം. ഒരു കാര്യം പറയട്ടെ, ദൈവം ഒരുക്കുന്ന വഴികൾ നോക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ മഹത്വം എന്ന് എനിക്ക് മനസ്സിലാകുവാനില്ല. പക്ഷേ വന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയല്ല. പട്ടാടിയിലുള്ളയാകുന്ന ഒരു വാർഷിലെ ചാക്കോച്ചൻ എന്ന് പറയുന്നയാകുന്ന കുടുംബം, ആ പ്രിയ ചാക്കോച്ചന്റെ ജന്മദിനമായിരുന്നു. അത് ആഘോഷിക്കാനായിട്ട് അവിടെ വന്നിരിക്കും. അവർക്കൂടെ പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ദൈവം. ഇത് ഞാൻ എന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടിയില്ല. കാരണം ദൈവം വെളിപ്പെടുത്തിയാൽ അങ്ങനെ സംഭവിക്കുമെന്ന്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, മറഞ്ഞു നിൽക്കുന്ന മനുഷ്യനെ അവനെ നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഞാനോ നിങ്ങളെ പോയ പറ്റത്തില്ല. പക്ഷേ
ഒരുവന് മറഞ്ഞു നിൽക്കുന്നവനെ അടുത്ത് കൊണ്ടുവന്ന് അവന് വസ്ത്രമുണ്ടാക്കി അവനെ പുറത്തേക്ക് കൊണ്ടുപോകുക. ആമി പറയാം, അവനെ ഒളിപ്പിച്ചു നിൽക്കുന്നവന്റെ ആമികളിൽ അതപ്പനെ കൂടായിരുന്നു എന്ന് വെച്ചാൽ ആമികളിൽ അവനെ ആ നല്ല ആമി തോട്ടത്തിൽ നിന്ന് തേജസ്സിന്റെ ആമി വസ്ത്രത്തിൽ നിന്ന് ആമി പുറത്താക്കിയാകണേ. പഴയ പാമ്പാകണേ ആമി സർപ്പത്തെ ആമി ചാവകൃത്തനാക്കിയാകണേ. അവനെ ചവിക്കുവാനുള്ളയാകണേ ഒരു വലിയ അധികാരങ്ങളെ അന്ന് രാത്രിയിലെ അല്ലെ പറയട്ടെ ഇന്ന് രാത്രിയിലെ വെളിപ്പെട്ട് കൊണ്ടുപോകുന്ന കുഞ്ഞെ നിന്നെ മറച്ചു കൊണ്ടുപോകുന്ന നിന്നെ ഓടിച്ചു കൊണ്ടുപോകുന്ന ഒരു സർപ്പത്തിന്റെ സത്യതയുണ്ട്. ആമി അത് ഇന്ന് രാത്രിയിലെ ദൈവത്തെ വാഴറങ്ങി അതിനെ വേട്ടാക്കിയ ഓ തുടരവര സന്തരാജന ആമേ അപ്പനല്ല കുഞ്ഞാനിനെ മറച്ചത് അമ്മി അല്ലതിനെ മറച്ചത് ആമി പറയട്ടെ ഏച്ചത് വാണരുളുന്നയാകത് ഒരു ദുർഗ വ്യാപാരമുണ്ട് അത് നിന്നെ പിടിച്ചെടുത്തുകൊണ്ട് എന്നേക്ക് മറച്ചു മാറ്റുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന് ശക്തി ഇറങ്ങിച്ചെന്ന് ആ ശത്രുവിനെ ഓട്ടുന്ന രാത്രിയാ ഈ കടന്തരാധന. ഹല്ലേലൂയ. മനോഹരമായ ഇടത്ത് കൊണ്ടുവന്നത് നിനക്ക് രൂപശാസ്ത്രമില്ലാതിരുന്ന നിന്റെ ദൈവത്തിന്റെ ആമി കരം കൊണ്ട് മറിയപ്പെട്ട് ദൈവത്തിന്റെ സാധനത്തിന് സ്വരൂപത്തിന് നിന്നെ മെനഞ്ഞ് ആമി ഏതൻ പർവ്വതത്തെ കൊണ്ടുവന്ന് ആക്കിവച്ച ദൈവമുണ്ടല്ലോ. ആ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ഇറങ്ങി വരുമ്പോ നിന്നെ കബളിപ്പിച്ച് നിന്നെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോയാകുന്ന ആ ദുഃഖശക്തിയായി ഇന്ന് രാത്രി ദൈവത്തിന്റെ വാളിറങ്ങി വെട്ടിയ ഈ ഹരമടനാഥന ഹരമടനാഥനാദിയാനഗ അന്തരാജനഗടക രാജനാദിനാഥന വേദനാദകമനാഥന. ഈ രാത്രി പ്രാർത്ഥിക്കറിയുമെങ്കിലേ ഈ പ്രാർത്ഥിക്കാൻ തയ്യാറാകെ അധികാരത്തിന്റെ വാള് കടുപ്പും വലിപ്പമുള്ളയാകുന്നത് തന്റെ വാള് സർവമാകുന്ന ദിവ്യാനാണ് അഗ്നസർവമാകുന്ന ദിവ്യാനെ വാട്ടുന്ന വാള് അധികാരത്തിന്റെ വാള് എന്തിനാണ് കളിച്ചുകൊണ്ടിരിക്കുക. നിന്നെ പിടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്ന ആമി തിരുവനന്തപുരത്ത് വിളിച്ചു പറയുന്നത് എന്തെങ്ങനെ സംഭവിച്ചു? അപ്പൊ പറയാണ് എന്നെ പാമ്പ് വഞ്ചിച്ചു, പാമ്പ് ചതിച്ചു. അങ്ങനെയെങ്കിൽ ആമി ചതിച്ചവന് ആമി അവന്റെ അടപ്പനം വരുത്തത്തക്ക നിലയിൽ അവനെ തകർക്കേണ്ടതിന് ദൈവത്തിന്റെ കടുപ്പ് വലിപ്പമുണ്ടാകുന്നത് അധികാരത്തിന് വാള് ആമി ചതിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ചതിച്ചുകൊണ്ടിരിക്കുക. സങ്കീർത്തനം 20 ആമി 25 ആമി 13 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ ആമികളിൽ അധികാരമുള്ളവാണ് ആമി കടുപ്പവും ആമി ആമികളിൽ അധികാരമുള്ള വാള് ആമി വിങ്കസർപ്പത്തെ ആമി ദിവ്യാനാന്റെ തലയെ തകർത്ത് ഇസ്രായേലിനെ ആമി ഹല്ലേലൂയ ആകാരമായി അവന്റെ കൂടാരങ്ങളെ ആമി എത്തിക്കൊടുപ്പിക്കാൻ കഴിഞ്ഞ ദൈവമെങ്കില് എന്തിനാണ് ആർക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്നത് തകർക്കുവാനാണ് ദൈവം ഇറങ്ങി വന്നിരിക്കുന്നത്. സ്വത്രം ആമേ ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ. മറുപടിയിലിരിക്കുന്ന കുത്തനിധിയും ആമേ ഹല്ലേലൂയ അതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയാതെ ആമി അത് മറിഞ്ഞു പോകുമ്പോൾ ആമി തന്റെ ജനത്തിന് ആഹാരം ലഭിക്കേണ്ട തന്റെ ജനത്തിന് ലഭിക്കേണ്ട നന്മകളെ ആമികളെ അവൻ കടലിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടതിനെ മറച്ചു കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ ഇടപെട്ടിയാണ് ആമി നിന്റെ കയ്യിലിരിക്കുന്ന ആമി ശക്തി കൊണ്ട് നിന്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് നീ ദിവ്യാനാഥനെ തകർക്കണം. സ്വത്രം ആരാധനത്തിൽ തകർത്തുകൊണ്ടിരിക്കുക ആമി ആരാധനത്തിൽ ബന്ധനങ്ങൾ തകർത്തുകൊണ്ടിരിക്കുക. സ്വത്രം ഒരു കാര്യം മനസ്സിലാക്കി ദൈവം സന്ദർശിക്കുന്ന എന്തിനാണ്? അച്ഛാ നിനക്കൊരു ഉടുപ്പുണ്ടാക്കി കൊണ്ടുവരും മാത്രമല്ല, നിന്റെ ഉടുപ്പിനെ നഷ്ടപ്പെടുത്തിയ, നിന്റെ തേജസ്സിനെ നഷ്ടപ്പെടുത്തിയ, നിന്റെ ആരാധന നഷ്ടപ്പെടുത്തിയ, നിന്റെ പ്രാർത്ഥന നഷ്ടപ്പെടുത്തിയ, നിന്റെ ഉടമ നഷ്ടപ്പെടുത്തിയാകുന്ന ആ ഒരു ശത്രു പിന്നിലുണ്ടായ അതിനെ
ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ആമികലി ഒരു രോഗം പിടിച്ചാകുന്ന വ്യക്തി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ രോഗിക്കല്ല മരുന്ന് കൊടുക്കുന്ന ആ വ്യക്തി വ്യാപരിക്കുന്ന ആ രോഗത്തിന് അല്ലേ സ്വത്രം. എന്തൊരു രോഗമുണ്ടെങ്കിൽ ആ രോഗത്തെ പ്രതികരിക്കുന്ന അതിനെ ഇല്ലായ്മ ചെയ്യുന്നയാകുന്ന ആമികളെ അതിനു വേണ്ടിയാണ് ഡോക്ടർമാർ മരുന്ന് കൊടുക്കുന്നത്, ആമി ഗുളിക കൊടുക്കുന്നത്. അങ്ങനെ 4 പ്രാവശ്യം കഴിക്കുമ്പോൾ എന്തിനുള്ളിയാകുന്നത് രോഗത്തിന്റെ അടുക്കൽ ചത്തുമാറുവാനിടയാകും, നശിക്കുവാനിടയാകും. അങ്ങനെ എനിക്ക് സൗഖ്യം കണ്ടെത്തുവാനിടയാകും. മനസ്സിലാക്കുന്നു? സ്വത്രം. പിടിച്ചുകൊണ്ടുപോയവനെ അപ്പുറത്ത് നിൽക്കുക. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ വിശ്വാസ മാർഗത്തിലേക്ക് ഇറങ്ങി വന്ന കാലഘട്ടങ്ങളിൽ അല്പമൊക്കെ സംസാരിക്കുന്ന തുടങ്ങിയ കാലഘട്ടങ്ങളിൽ എൻ്റെ കൂടെ 2 പേരുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അണ്ടൂരുള്ള 7 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്ന ഇടത്തേക്ക് പോകുവാനിടയായി. എന്നെ വിളിച്ചുകൊണ്ട് പോയാകുന്ന സഹോദരൻ മുതൽ ബന്ധുവിൻ്റെ വീട്ടിലാണ് അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. ഞങ്ങളവിടെ ചെന്നു. ഞങ്ങൾക്ക് ദൈവവചനം ശിശുപിടിക്കാൻ അവസരം തന്നു. ആമിഹൽ ഞങ്ങൾക്കറിയാവുന്ന വിധത്തിലേക്ക് ദൈവവചനം ശിശുപിടിക്കുമ്പോൾ തന്നെ ആമിഹൽ എന്നെ വിളിച്ചുകൊണ്ട് പോയാകുന്ന ആ സഹോദരന്റെ അളിയനിലേക്ക് ഒരു വ്യാപാര ശക്തി കടന്നു വരുവാനിടയായി. ആമി കണ്ട തലേ ദിവസങ്ങളിലും ആമിഹലിയ അവിടെ വലിയ കോലാഹലം നടന്നിയ ആമി വലിയ പ്രശ്നമുണ്ടാക്കിയ എന്നെ പറയട്ടെ, അന്ന് പകൽ ആമിഹലിയ അല്ലെ അന്ന് പകൽ ഇളവിയ ചക്കതി അന്ന് രാത്രി മടവിയെ അവൻ അവിടെ വിട്ടുപോകുവാനിടയായി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത് ആ കുടുംബത്തെ വ്യാപരിക്കുന്ന ഒരു ചക്കതിയായി. അപ്പനല്ല, അമ്മയല്ല. അതിന് പൗലോസിലിയ ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾക്ക് ആമി ജഡരക്തങ്ങളോടല്ല ആമിഹലിയ ആമി പക്ഷേ വാഴ്ചകളോടും അധികാരങ്ങളോടും ആമിഹലിയ ഞങ്ങൾക്ക് എതിർപ്പുള്ളത് ആമി ബന്ധുക്കളോടല്ല, ജ്യേഷ്ഠനോടല്ല, അമ്മയോടല്ല, അനിയനോടല്ല. പക്ഷേ ആമി ഞങ്ങളറിയാതെ അവനറിയാതെ അവന് വ്യാപരിക്കുന്നയാകുന്നത് ആമി ചില ശക്തിയുണ്ട്. അതിനോടാണ് ഞങ്ങൾക്ക് എതിർപ്പ്. അതിന്റെ പേരാണ് വാഴ്ചകളും അധികാരങ്ങള്. ആമി ആ ശക്തിയോട് ആമി പോരാടി ജയിച്ചെങ്കിൽ മാത്രമേ എന്റെ സഹോദരനെ എന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഒരുമിച്ച് കരം കൊടുത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ അവനെ വ്യാപരിക്കുന്നയാകുന്ന ദുരാത്മാവിനെ തകർത്തുകൾ മാത്രമേ കഴിയത്തുള്ളൂ. കണ്ടോ, ആമി അവൻ നേരെ ജീവിക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ആമിഹലിന്റെ വേഗത വാക്കുകൾ നിർത്താൻ പോവാ. ആമിഹലെ ഒരു കാര്യം കൂടെ പറയാം. പക്ഷേ അവനെ തകർത്ത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം ആമി ആ കുടുംബത്തിൽ വെളിപ്പെടുവാനിടയായി. ആമിഹലിയ എന്നത് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകും. സന്താന പുഷ്ടിയുള്ളവരായി ആരെ വെട്ടി കഴിയപ്പെടാം. എടാ പറച്ചു പിടിച്ചോണ്ട് പോയവനെ ആമി അവനെ വെട്ടിക്കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു വാഗ്ദത്തം എന്നത് അവന് വെളിപ്പെടുവാനില്ല. നിരാശ നിങ്ങൾ ഓർക്ക് ആമിഹലിയ ഒരു കാര്യം ദൂത പരിശുദ്ധാത്മ ഒരു ദൂത ആമിഹലിയ വിളിച്ചു പറയട്ടെ. ആമിഹലിയ ആമി ചില മാസങ്ങൾ കഴിയുമ്പോൾ ആമിഹലിയ ഇതിനകത്ത് കാലുകുത്താൻ ഇടമില്ലാത്ത വിധത്തിൽ ജനം കടന്നു വരും. ആമിഹലിയ ആമിഹലിയ നിങ്ങൾ ആമിഹലി ഈ വിറ്റുകൂടെ മിക്കവാറും ഈ വിറ്റുകൂടെ എടുക്കേണ്ടതായിട്ട് വരും. ആമി പറയട്ടെ, കാരണം എന്താണെന്നറിയാമോ? ആമി ദേശ ശക്തിയെ ദൈവം വെട്ടിക്കൊണ്ടിരിക്കുക. ഇന്നലെ നിങ്ങളോട് വൈരാഗ്യമുള്ളവർ അവൻ നിങ്ങളുടെ കരത്തെ പിടിച്ച് ഞാനും കൂടെ വരുമെന്ന് പറയുന്ന വിധത്തിൽ അവരുടെ ഉത്സാഹത്തോടെ നിങ്ങളോട് കൂടെ വരുവാനായി തയ്യാറായിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട ഞാനും നിങ്ങൾ അറിയുന്നില്ല, എന്റെ ദൈവം പറയുന്ന അറിഞ്ഞിരിക്കുന്നവരെ ഞാൻ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. പറഞ്ഞിരിക്കുന്നവരെ ഞാൻ പുറത്തു കൊണ്ടുവരാൻ സ്വോത്രം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടോ? നിങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ടോ? ആമേ നിങ്ങളുടെ ദേശത്തിന് വേണ്ടി നിങ്ങൾ കരയുന്ന വിലയുണ്ട് പ്രിയപ്പെട്ടവരെ. ആമേഹല്ലേലൂയ. ചിലരിൽ നിങ്ങളുടെ ആമകൾ മക്കളെ നേടുവാനായി, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നേടുവാനായി ആമേ ഞാൻ ഇന്ന് നേർച്ചയുടെ കടന്നു വന്നപ്പോൾ ഇല്ല പ്രിയമ്മാമയുടെ ആമേഹല്ലേലൂയ ആ പ്രിയമ്മാമയുടെ അച്ചായനാണ് പറയുന്നത്, ആമേ നീ പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ലയോ? പെട്ടെന്ന് വിളിച്ചിട്ടില്ല. അപ്പൊ ഒരു കാര്യമുണ്ട്, ഒരുക്കം ആർക്കാ ഉള്ളേ? അച്ഛൻ അമ്മ ഒരുക്കി വിടുക. അച്ഛനോട് ആരാണ് അല്ലയോ? സ്വത്രം. ഞാൻ അവിടെ 1-2 വീടൊക്കെ
സ്വത്രം ഉണ്ടോ? അവൻ വരാൻ ഞാൻ വരാൻ താല്പര്യമായിട്ടുണ്ട്. അതൊക്കെ പ്രാർത്ഥനയുടെ ഒരു അനുഭവമാണ്. സ്വത്രം വരാൻ പോവുക. ആമിഹല്ലേലൂയ. എല്ലാം വരുന്നേ. ആമേ സ്വത്രം. ആമികൾ നാളുകളായിട്ട് പരിശുദ്ധാത്മാവിനോട് പറയാണ്, പലരും ആമിഹല്ലേലൂയ തിരുമേശ എടുത്തവരും ആരാധനയിൽ പങ്കെടുത്തവരും സ്ഥാനപ്പെട്ടവരും ആമെ തീരുമാനത്തിൽ വന്നവരും പലരും ഒളിച്ചു നിൽക്കും, മറന്നു നിൽക്കുക. എല്ലാവരും ഒന്നിച്ചു കൂടും, എല്ലാവരും ഒന്നിച്ചു കൂടും, എല്ലാവരും ഒന്നിച്ചു കൂടും. ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം. ശീലാസും പൗലോസും ആരാധിച്ചപ്പോൾ പാതാളം വിളകുന്ന പോലും ദൈവശക്തി ഇറങ്ങി വന്നതുപോലെ ഇത് ഏറ്റം പിടിച്ചു കുലുക്കത്തക്ക നിലകള് ഏറ്റത്തെ കിടികിടാതെ ആമി ഉറപ്പിക്കാൻ രീതികള് ഒരാത്മാവിന്റെ പവന് ഒരാത്മാവിന്റെ ആരാധന ഈ ദേശത്ത് വെളിപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് രാത്രിയില് ആമി ദൈവാത്മാവ് പ്രബോധിപ്പിക്കുക. അവർ രണ്ടുപേരെ ആരാധിച്ചു, പാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് അടുത്ത് കടന്നുയാകുന്ന സകല ആമികൾ റൂമിലും കടന്നുയാകുന്ന സകലതിലെ കെട്ടുപൊട്ടി വന്നുവെങ്കിൽ ഇന്ന് രാത്രി പ്രിയപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ആമികളിലെ തീ പിടിക്കാൻ തയ്യാറായോ? ആമി നിർത്താത്ത പോലെ ആരാധന വെളിപ്പെടുക, നിർത്താത്ത പോലെ ആരാധന വെളിപ്പെടുക. ആരാധനയില് നമ്മൾ അറിയാതെ നമ്മളിന്ന് തീ ആപരിച്ച് ഈ ദേശത്ത് ആമി കാടിന് ആമി തീ പിടിക്കുന്ന പോലെ വനത്തിന് തീ പിടിക്കുന്ന പോലെ ഒരാത്മാവിന്റെ പവന് ആമി ദേശത്തിറങ്ങി ആമി ചില കാടുകളെ ആമി കത്തിച്ച് അതിനകത്തുണ്ണിയാകണ യാപരിക്കുന്നയാകണ ഗുണാത്മാവിനെ കത്തിച്ച് മാറ്റിയിട്ട് അതിന് നടുവെ നിലവിളിക്കുന്ന ജനത്തെ പുറത്തു കൊണ്ടുവരിക, കാലമായി നീക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദൂതുകളെല്ലാം ആമി ഹല്ലേലൂയ ആമി ശത്രു വിട്ടേക്കുന്നു. സ്തോത്രം. ആമേൻ. ഒന്നുകൂടെ പറയാം. നമ്മുടെ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ അനുവദിക്കുന്നില്ല. ആമി വായിച്ച വാക്യത്തിലേക്ക് വരാം. നമ്മുടെ വായിച്ച വാക്യം എങ്ങനെയായിരുന്നു? ആമി ഹല്ലേലൂയ. ആ വാക്യം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആമി ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തെ സംരക്ഷിക്കുവാനായി ഇറങ്ങി വന്നപ്പോൾ അവിടെ ആമി ഹല്ലേലൂയ ദൂതനെ ആമി ഹല്ലേലൂയ സെക്രിയാവിന്റെ അടുക്കിലേക്ക് ദൂതൻ പ്രത്യക്ഷപ്പെടുവാൻ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആമി ഹല്ലേലൂയ ദൂത സെക്രിയാവിനോട് ആമി ഹല്ലേലൂയ നാളുകളായി പ്രാർത്ഥിക്കുന്നതിനാകുന്ന ആമി ഹല്ലേലൂയ ചില മറുപടികൾ ആമി സെക്രിയാവിനോട് ദൂതൻ പറയുവാനിടയായി. ദൂതൻ പറഞ്ഞപ്പോൾ തന്നെ ആമി സെക്രിയാവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ എങ്ങനെ അത് വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കും? ദൂതൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന് നിൽക്കുന്ന ഗബ്രിയേലാണ്. ഈ ദൂത് പറയാനാ ദൈവം എന്നെ അയച്ചത്. ആമികൾ നീ വിശ്വസിക്കാത്തത് കൊണ്ട് ആമികൾ നീ അത് വിശ്വസിക്കുന്നത് വരെയും നീ ഇനി സംസാരിക്കത്തില്ല, നീ ഊമനായിരിക്കും. അപ്പൊ ദൈവം സന്ദർശിക്കുന്നത് ചിലത് വെളിപ്പെട്ട് വരണമെങ്കിൽ ആമി ചിലർ സംസാരിക്കാതിരിക്കുന്നെങ്കിൽ മതി. നീ വിശ്വസിക്കാത്തത് കൊണ്ട് ഇവിടത്തെ പ്രാർത്ഥന ആമി ഇവിടത്തെ ആരാധന പലരും വിശ്വസിക്കാത്തത് കൊണ്ട് ആമി വിശ്വസിക്കുന്നത് വരെ ആമി അത് വെളിപ്പെട്ട് വരും വരെ ചിലര് ആമി സംസാരിക്കാതിരിക്കും. അവൻ വീട്ടിൽ ചെന്ന് ഏറിയ ആമികളിലെ മാസങ്ങൾ അവിടെ സഞ്ചരിച്ച് വീട്ടിലായിരുന്നു. പക്ഷേ ആമിഹല്ലേലൂയ ആ ദൂത് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവർ എഴുതാൻ തയ്യാറായത്. ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, ആമേ ആ തിരുവെഴുത്ത് നമ്മൾ താഴെ ആമേ തൊട്ടു മുകളിലേക്ക് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ സംഭവിക്കാൻ കഴിയാതെയാകുന്ന ചില അനുഭവത്തെ അവർ ദൈവത്തിൻ്റെ ആകുന്ന അടുക്കൽ ചെന്നിട്ട് ആമേ ഹല്ലേലൂയ അതെ സെക്രിയാവും തൻ്റെ ഭാര്യയും ആമേ പറയുവാനിടയായി. പക്ഷെ ദൈവം പറഞ്ഞു, ആമേ മറഞ്ഞിരിക്കുന്നതിനെ ഞാൻ പുറത്തു കൊണ്ടുവരും. ആമേ ഹല്ലേലൂയ ഇന്നലെകളിൽ സംഭവിക്കാത്തതിനെ ആമേ ഞാൻ പുറത്തു കൊണ്ടുവരും. ആമേ നിങ്ങൾക്കത് ലഭ്യമായി തീരും. അതിനത്രേ ഞാൻ നിന്നെ കൂറിന്റെ ക്രമപ്രകാരം ആമേ ധൂപം കാട്ടുവാൻ ആലയത്തിനകത്ത് വിളിച്ചുവെങ്കിൽ ആമേ ഇന്നലെകളിൽ നിന്റെ ജീവിതത്തിൽ ലഭിക്കാത്തയാകുന്ന ആമേ ചില സന്തോഷ വാർത്തകളെ ആമേ ഞാൻ നിനക്ക് വേണ്ടി തരും. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആമേ മറഞ്ഞു നിന്നതിനെ ആമേ പിടിച്ചു പുറത്തേക്ക് കൊണ്ടുവന്ന് മരത്തിനെ ചുവട്ടിക്കൊണ്ട് എന്ന് ആമേ മുട്ടികുത്തി
മുട്ടിച്ച ആമി ഹല്ലേലൂയ അവന്റെ വസ്ത്രത്തെ ആമി അഴിച്ചു മാറ്റിയിട്ട് അവന്റെ ദേശം നഗ്നനാക്കി ആമി കുടുംബം നഗ്നനാക്കി മാറ്റിയാകില്ലേ അവനെ പിടിച്ചുകൊണ്ടുപോയ ആമി ചില ദുഷ്ടാത്മാവിന്റെ ആമി ശക്തിയായി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വെട്ടിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവന്മാർ, നിങ്ങളുടെ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാരത്തിന് പ്രാർത്ഥനയുടെ ആരാധനയുടെ ശക്തിയാൽ ചിലത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളത് വിശ്വസിക്കുന്നു. അതെ, മറിഞ്ഞിരിക്കുന്നതിനെ നീ പുറത്തു കൊണ്ടുവരുന്നത് അങ്ങനെയെങ്കിൽ കർത്താവെ, രൂപാന്തരമില്ലാത്തവന് രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പുതിയ അങ്കി കൊടുത്ത്, പുതിയ വസ്ത്രം കൊടുത്ത് നിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ അങ്ങക്ക് തൻ്റെ ജനത്തോട് ഇത്രത്തോളം മനസ്സറിഞ്ഞത് ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവമേ, ഞങ്ങളത് വിശ്വസിക്കുന്നു. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. അവിടുത്തെ കരത്തിൽ സമർപ്പിക്കുന്നു. ആരെയും വെച്ച് അനുഗ്രഹിക്കാതെ ഈ ദേശത്ത് ചില കുടുംബങ്ങൾ, വ്യക്തികൾ കർത്താവെ താമസം കൂടാതെ ആമി ഈ പ്രാർത്ഥനയിലേക്ക് ഓടി വരട്ടെ. അവരുടെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ ദൈവം തകർത്ത് കളഞ്ഞല്ലോ. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രി കടുപ്പവും വലിപ്പവും ഉള്ളയാകുന്ന തന്റെ വാഹ് ഇന്ന് രാത്രി ചലിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അമ്പുരാന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ തിരുവെടുപ്പുള്ള ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇതിനവസരമൊരുക്കിയ പ്രിയ ദൈവദാസൻ ആമേൻ ആ കുടുംബത്തിൽ നന്ദി പറഞ്ഞ് ദൈവം സന്നിധിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ശബ്ദം, ദൈവിക ദൂതുകൾ ഇന്ന് രാത്രികാലം സ്വർഗം നമുക്ക് ദാനമായി തന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അത്ര പേർക്ക് സന്തോഷമുണ്ട്. അനുഗ്രഹമായിരിക്കുന്ന ദൈവിക ശബ്ദം നമ്മെ കേൾപ്പിച്ചതിന്. ആമീൻ. മറഞ്ഞിരുന്ന ഹാലിലെ മണ്ഡലങ്ങളെ ഹാലിലെ പുറത്തു കൊണ്ടുവരുവാൻ ആമീൻ. ഹല്ലേലൂയ. സ്വർഗം ആമീൻ ഇടപെട്ടത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമീൻ. ആ ഹല്ലേലൂയ ലൂക്കോസിന്റെ ആമീൻ സുവിശേഷമാണ് നമ്മൾ വായിച്ച 68-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു. ഹല്ലേലൂയ. അവിടെ പൗലോസ്, അവിടെ ഹല്ലേലൂയ ലൂക്കോസ് അതിശക്തമായ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്. ആമീൻ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്. അടുത്തടുത്ത് അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അടുത്തത് അവിടെയാണ് ദൂത് കിടക്കുന്നത്. ഹല്ലേലൂയ. അവിടെ അടുത്ത ദൂത് പറയുന്നത് എങ്ങനെയാണ്? അവൻ തന്റെ ജനത്തെ സന്ദർശിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? അവൻ ഒരു സന്ദർശനം അവൻ അയക്കുമെന്ന്. ഹല്ലേലൂയ. അവൻ ഒരിക്കൽ അവന്റെ മക്കളായിരുന്നു, ഒരിക്കൽ അവന്റെ പാതകത്തിലായിരുന്നു. പക്ഷേ അന്ധകാര ശക്തി അവൻ അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകുവാൻ, ഇരുട്ടിന്റെ മണ്ഡലത്തിൽ തള്ളിയിടുവാൻ ഇടയായി തീർന്നു. ഇരുട്ടിൽ പാർക്കുന്ന, തപ്പി തടഞ്ഞു നടക്കുന്ന അവൻ ജനത്തെ അവൻ തമ്പുരാൻ പറയുകയാണ്: ഇസ്രായേലിന്റെ ദൈവം അവൻ പരിശുദ്ധനാണ്. അവൻ ഹല്ലേലൂയ ഈ ജനത്തെ ഇനിയും സന്ദർശിക്കാൻ പോകുകയാണ്. ആമേൻ. ഈ ദേശത്തോട് ദൂത് വിളിച്ചു പറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. പൂർണ്ണ കാലം മുതൽ നീ അവൻ ദൈവസന്നിധിയിലായിരുന്നു. കാര്യം ശരിയാണ്. പക്ഷേ അന്ധകാര ശക്തി നിന്നെ പിടിച്ച് ഇരുട്ടിന്റെ മേഖലയിലേക്ക് തള്ളി അവൻ നീ പുറത്തു വരാൻ കഴിയാതെ അവൻ അവിടെ അവൻ ഹല്ലേലൂയ അന്ധതമസിൽ അകപ്പെട്ട് കിടക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്: എനിക്ക് നിന്നോട് മനസ്സലിവുണ്ട്, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, എനിക്ക് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹമുണ്ട്. അവർ വായിക്കുകയാണ്: ഈ ജനത്തെ എനിക്ക് സന്ദർശിക്കാൻ ആഗ്രഹമുണ്ട്, ഞാൻ ഇതിനെ പുറത്തു കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇതിനെ പുറത്തു കൊണ്ടുവരും. അതിന്റെ മേലോട്ടുള്ള വാക്യം ആമേൻ. ഹല്ലേലൂയ. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 65-ാമത്തെ വാക്യം എന്ന് വായിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാത്രികാലം ശ്രദ്ധിച്ചോണേ. ആമേൻ. ഹല്ലേലൂയ. ചിലതിനെ തമ്പുരാൻ പുറത്തു കൊണ്ടുവരുമ്പോൾ ആമേൻ. ഹല്ലേലൂയ. ഇരുട്ടിന്റെ മേഖലയിൽ അകപ്പെട്ട് ആമേൻ സാത്താൻ പൂട്ടിയിട്ട് താക്കോലും കൊണ്ട് നടന്ന മേഖലയിൽ നിന്ന് ചിലതിനെ തമ്പുരാൻ അഴിച്ചു പുറത്തു കൊണ്ടുവരുമ്പോൾ, തുറന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ, സ്വാതന്ത്ര്യത്തിലേക്ക് പുറത്തു കൊണ്ടുവരുമ്പോൾ അവൻ അടുത്ത വാക്ക് പറയുകയാണ്: ചുറ്റുമുള്ളവർ
ചുറ്റുമുള്ളവർക്ക് ഭയം തോന്നത്തക്കവണ്ണം. Praise God. Hallelujah. Hallelujah. ഒരുവൻ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ പുറത്തു വന്നാൽ ചുറ്റുമുള്ളവർ ഭയപ്പെടുമല്ല. ചുറ്റുമുള്ളവർ ഭയപ്പെടുമല്ല. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇനിയും പുറത്തു വരത്തില്ല എന്ന് പറഞ്ഞ് ശത്രു ബന്ധിച്ചിട്ട് വരട്ടെ. അവൻ ആത്മാവ് പറയുന്നു, ഞാൻ പുറത്തു കൊണ്ടുവരും. ഞാൻ പുറത്തു കൊണ്ടുവരുമ്പോ ചുറ്റുമുള്ളവർ, നിന്നെ പരിഹസിച്ചു കൊണ്ടിരുന്നവർ, അവൻ നിന്നെ ദൂഷിച്ചു കൊണ്ടിരുന്നവർ, നിന്റെ നേരെ, നിന്റെ ഭവനത്തിൽ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിന്നവർ, ഇവിടെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഭയം പിടിക്കത്തക്കവണ്ണോ, ഭയം പിടിക്കത്തക്കവണ്ണോ, ഭയം പിടിക്കത്തക്കവണ്ണോ ദൈവം നിന്റെ സ്ത്രീയെ മാറ്റുമെന്ന്. ഈ ദേശത്തെ സ്വർഗം ആമേൻ തൊടാൻ പോകുകയാണ്. ഈ ദേശത്തെ ആമേൻ ഹല്ലേലൂയ ഒരു കാലഘട്ടത്തെ തമ്പുരാനെ അറിഞ്ഞ ആമേൻ ഹല്ലേലൂയ ഒരു വലിയ കൂട്ടം ഈ ദേശത്തുണ്ട്. ആമേൻ ശത്രുവായവൻ പിടിച്ചിരിട്ടിന്റെ മേഖലയിലാക്കിയ ഒരു കൂട്ടമാണ് ഈ ദേശത്ത് പാർക്കുന്നത്. തമ്പുരാൻ ആമേൻ ഇന്ന് രാത്രികാലം ദൂത് വിളിച്ചു പറയുകയാണ്, ഞാൻ സന്ദർശിക്കുന്ന ദൈവമാണ്, ഞാൻ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്, ഞാൻ ബലത്തോടെ നിർത്തുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ, കർത്താവേ സന്ദർശിക്കണമേ. നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവേ സന്ദർശിക്കണമേ. കർത്താവേ ആമേൻ ഹല്ലേലൂയ. ഇരുട്ടിന്റെ മേഖലയിൽ അകപ്പെട്ട് കിടക്കുന്നതിനെ സ്വർഗ്ഗം പുറത്തു കൊണ്ടുവരണമേ. കർത്താവേ ആമേൻ ഹല്ലേലൂയ. ചുറ്റുമുള്ളവർ ഭയപ്പെടത്തക്കവണ്ണം സ്വർഗ്ഗത്തിന്റെ കൃപാവരങ്ങളെ നൽകിക്കൊടുത്ത സ്വർഗ്ഗം മാനിക്കണമേ കർത്താവേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശുശ്രൂഷ കൂടെ നമ്മൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൂടെ ചെയ്ത് നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ആമേൻ ഹല്ലേലൂയ. ഇപ്പോൾ ചില ആഴ്ചകൾ നടന്നു പോകുന്നത് അവസാനം ആമേൻ ഹല്ലേലൂയ ചില ആമേൻ ഹല്ലേലൂയ നന്മകൾ ആമേൻ നമ്മൾ കൈമാറുവാൻ ആമേൻ ഹല്ലേലൂയ തുടർമാനമായി കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ നിയോഗമാണ്. ദൈവം അതിന്റെ വഴികളും വാതിലും തുറന്നു തന്നുകൊണ്ടാണ്. ആമേൻ ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഏത് അധ്യായമായെന്ന് ഓർക്കുന്നില്ല, അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആമേൻ നിങ്ങളുടെ വിശ്വാസം മാത്രമല്ല നിങ്ങളുടെ പ്രവൃത്തിയും കൂടെ എന്ത് ചെയ്യണം? ആമീൻ ഹല്ലേലൂയ വെളിപ്പെട്ട് വരണം. ആമീൻ. ഒരുവൻ നിങ്ങളോട് കൂടെ ആമീൻ ഹല്ലേലൂയ നിങ്ങളോട് കൂടെ നിങ്ങളുടെ കൂട്ടു സഹോദരനായ ഒരു വ്യക്തി ആമീൻ ഹല്ലേലൂയ അവൻ വിശപ്പുള്ളവനായിരിക്കുമ്പോൾ അവനോട് നീ എന്ത് ചെയ്യും? തീ കാഞ്ഞ് സുഖമായി നീ ഉറങ്ങ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ല ആമീൻ ഹല്ലേലൂയ പ്രവൃത്തി. ഹല്ലേലൂയ അവന് വേണ്ടി ഒന്ന് കരുതുന്നതാണ്, അവന് വേണ്ടി ഒന്ന് സഹായിക്കുന്ന, അവന്റെ അടുക്കിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുന്നതാണ്, അവന്റെ വിശപ്പിനെ മാറ്റുന്നതാണ് പ്രവൃത്തി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ നാളുകളിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു വരുന്നു. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ മിടുക്കോ പുണ്യ പ്രവർത്തികളൊന്നും അല്ല, ദൈവത്തിന്റെ നിയോഗമാണ്. ദൈവത്തിന് എന്തൊക്കെയോ വലിയ പദ്ധതികൾ നമ്മളെ കൂടി ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിച്ചത് ഇങ്ങനെയാണ്. ആമേൻ ഹല്ലേലൂയ. ദേശത്ത് ആമേൻ കവലകളിൽ ഹല്ലേലൂയ ഗ്രാമങ്ങളിൽ ആമേനൊക്കെ നേരം ഹല്ലേലൂയ വൈകോളം ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ആമേൻ വിളിച്ചു പറയുന്ന ദൈവദാസന്മാർക്ക് അവരുടെ ആമേൻ ഹല്ലേലൂയ ഭവനത്തിന് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആമേൻ ഒരു നേരത്തെ ആകാരത്തിലുള്ളതായിരിക്കുന്ന വക ആമേൻ അതിനുള്ളത് അന്നം ആമേൻ ഹല്ലേലൂയ കൊടുക്കുവാൻ ആമേൻ സ്വർഗ്ഗം നമ്മളെ ഈ ദിവസങ്ങളിൽ ആമേൻ അതിനായി സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി ചെല്ലുന്ന മുട്ടുന്ന വാതിലുകളൊക്കെ വലിയ അനുഗ്രഹമായ നിലവാരങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അങ്ങനെയെങ്കിൽ ആമേൻ നമുക്ക് ആമേൻ ഹല്ലേലൂയ 3 പേർക്ക് കൊടുക്കാൻ ആമേൻ 2 പേര് 2 കിറ്റ് തന്നിട്ടുണ്ട്. അത് ഇന്ന് രാത്രികാലം നമ്മൾ പ്രാർത്ഥിച്ച് ആ കുടുംബങ്ങളെ ഓർത്ത് ആമേൻ ഒരുമിച്ച് നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ കൈമാറും. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം ഞാൻ ആമേൻ ദേശത്തിന് വേണ്ടി ആമേൻ ഇടവെന്ന് പ്രാർത്ഥിക്കുന്ന ആമേൻ ഹല്ലേലൂയ കവലകളിൽ പരസ്യവും നടത്തുന്ന ഒരു ദൈവദാസനെ വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ആമേൻ വിളിക്കാൻ പറ്റിയില്ല. പക്ഷേ ആമേൻ ഹല്ലേലൂയ ഇന്നിപ്പോ രാത്രികാലം ആമേൻ അങ്ങനെ ഒരു ദൈവദാസനെ ഇതിനകത്തുള്ളങ്ങളിൽ തമ്പുരാൻ കൊണ്ടുവരുവാനുള്ള വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ ഒരു കിറ്റ് ആമേൻ ആ ദൈവദാസനെ നമ്മൾ ഒരുമിച്ച് കൈമാറും. ആമേൻ ഇന്ന് രാത്രികാലം ആ കിറ്റ് കൈമാറുവാൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. മത്തായി സഹോദരൻ മുൻപോട്ട് സ്വാഗതിക്കുകയാണ്. ഹല്ലേലൂയ. മുൻപോട്ട് വന്നാട്ടെ, മുൻപോട്ട് വന്നാട്ടെ. ഇപ്പോൾ ഈ കിറ്റ് ആമേൻ നമ്മുടെ ജോയി ദൈവദാസന്
നമ്മൾ ഒരുമിച്ച് ആമീൻ കൈമാറാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ആമീൻ ഓർത്തോ ഒരുമിച്ച് ഹൃദയത്തിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ കിറ്റ് തന്ന ജോയ് ബ്രദറിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ കുഞ്ഞുങ്ങൾ 2 വിദേശത്തായിരിക്കുന്നു. ഒരു പൈതൽ വളരെ ഭാരത്താൽ പ്രയാസത്താൽ വിദേശത്തായിരിക്കുന്നു. ആമീൻ ഹല്ലേലൂയ. ചില പ്രശ്നങ്ങളാൽ പൈതലിന്റെ ജീവിതത്തിലുണ്ട്. ഇത് രാത്രികാലം ആമീൻ ആ പ്രശ്നത്തിന്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും ആമീൻ അവർ ചെയ്തു വരുന്ന കാര്യങ്ങൾ നിർത്താതെ ആമീൻ ദൈവദാസന്മാർക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു നേരത്തെ ആകാരത്തിന് വകയില്ലാത്തവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ നിർത്താതെ ആമീൻ ഹല്ലേലൂയ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ കുടുംബത്തോട് കർത്താവ് ഇടപെടണം, ആ പൈതലിനോട് ഇടപെടണം. ആമീൻ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം. ഇതിലും അധികമായ നിലവാരങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി കൈയടിയെ സഹായിക്കാൻ ആ കുടുംബത്തെ നമ്മൾ ദൈവം സഹായിക്കണമേ എന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ജോയി പാസ്റ്റർക്ക് ഇത് കൈമാറുന്നു. ഇന്ന് രാത്രികാലം അമേൻ ഹല്ലേലൂയ നമ്മുടെ മധ്യനായിരിക്കുന്ന ഹല്ലേലൂയ അമേൻ രാജബ്രദറിനെ ആമീൻ ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹല്ലേലൂയ കിറ്റ് രാജബ്രദറിന് കൊടുക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ സിസ്റ്റർ വന്നില്ല. ഇന്ന് രാത്രികാലം ആമീൻ അത് നമ്മൾ ഹല്ലേലൂയ രാജബ്രദറിന്റെ കുടുംബത്തിന് നമ്മൾ അത് കൈമാറും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമീൻ അതിനായി ആമീൻ ഹല്ലേലൂയ അത് കൈമാറാനായി ആമീൻ ഹല്ലേലൂയ പ്രിൻസ് മോനെ മുൻപോട്ട് ഹല്ലേലൂയ സ്വാഗതം ചെയ്യുകയാണ്. ആമീൻ രാജബ്രദർ മുൻപോട്ട് വന്നാണ്. ഈ കിറ്റ് തന്ന ആമീൻ അമ്മാമ ആമീൻ നമ്മുടെ SKV സ്കൂളിനോടടുത്തുള്ള ഒരു അമ്മാമയാണ്. ആമീൻ ഇന്നലെ ഞാൻ ആ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അമ്മാമ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനിടയായി തീർന്നു. ആ അമ്മാമയും കുടുംബമായി നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യാം. അമ്മാമയുടെ മകൻ, ഒരു മകനെയുള്ള മകൻ വിദേശത്തായിരുന്നു, കടന്നു വന്നിട്ടുണ്ട്. എന്തോ അസ്വസ്ഥത പൈതലിനുണ്ട്. ആമീൻ അവനൊരു ചെക്കപ്പ് ഉണ്ട്. ആമീൻ അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഓർത്ത് ഇന്നലെ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ബുധനാഴ്ച ആമീൻ നാളെ ആ കാര്യത്തിന് ആ പൈതൽ കടന്നു പോകും. ആമീൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയൊരു വിടുതൽ, വലിയൊരു ദൈവപ്രവർത്തി ആ പൈതലിന്റെ മേൽ വെളിപ്പെടേണ്ടതിന് ആ കുടുംബത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ ഹല്ലേലൂയ. വളരെ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ആ കുടുംബത്തിന് കൊടുക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അടുത്തത് നമുക്ക് ഒരു കിറ്റും കൂടെ ഉണ്ട്. അത് ആമീൻ നമ്മുടെ കുഞ്ഞു ബ്രദറിന്റെ ആമീൻ ഹല്ലേലൂയ സിസ്റ്റർക്ക് നമുക്ക് കൊടുക്കാം. ആമീൻ ഇന്ന് രാത്രികാലം അത് ആമീൻ കുഞ്ഞു ബ്രദറിന്റെ ആമീൻ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമീൻ ഒന്നേ കൊടുക്കാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. വിശ്വാസ ഇതും ആന്റി തന്നതാണ്. ആമീൻ അതിനുള്ള നന്മ തന്നു, അത് ഞാൻ വാങ്ങിച്ചു. ആമീൻ നമ്മളിതെല്ലാം വിശ്വസ്തയോടെയാണ് ചെയ്യുന്നത്, നീതിയോടാണ് ചെയ്യുന്നത്. ആ കുടുംബത്തിന് നമ്മളത് കൈമാറുകയാണ്. ആ കുടുംബം നിങ്ങൾ അത് ആ കുടുംബത്തെ ഓർത്ത്, ഇത് തന്ന കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്കൊരുമിച്ച് ആ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പിന്നെ ഈ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് ആമീൻ ഇങ്ങനെ ആമീൻ ഒരു ആശ്വാസത്തിനായി ആമീൻ സ്വർഗ്ഗം നമ്മളെ ബലപ്പെടുത്തിയിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് തന്നെ ആമീൻ ഈ മാസം ആമീൻ 26, 27, 28 ദേശത്തിന് വേണ്ടി ആമീൻ അല്ലെങ്കിൽ നെല്ലിക്കുന്നത്ത് ആമീൻ തുടർന്ന് വെച്ച് ആമീൻ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന ആമീൻ അതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു വലിയ ജനക്കൂട്ടം ആമീൻ അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുക്കണം. ദേശം വിടുവിക്കപ്പെടണം. ദേശം ആമീൻ പട്ടണങ്ങൾ, രാജ്യങ്ങൾ നമ്മുടെ പ്രാർത്ഥന അറിയണം. ആമീൻ ഹല്ലേലൂയ. ആമീൻ ഹല്ലേലൂയ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാൻ കടന്നു വരാം. ആമീൻ ഹല്ലേലൂയ. ക്ഷണിച്ച ദൈവദാസന്മാരൊക്കെ തക്ക സമയത്ത് കടന്നു വന്ന് അനുഗ്രഹികമായ നിലവാരത്തിൽ അവരെ ദൈവം ഉപയോഗിക്കേണ്ടതിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമീൻ ആ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പിന്നെ അടുത്ത മാസം അവസാനം ഇവിടെ വെച്ച് നടക്കുന്ന ആമീൻ ഹല്ലേലൂയ കൺവെൻഷനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ കൺവെൻഷൻ വലിയൊരു വിജയമാക്കി മാറ്റണം. ഈ ദേശത്ത് വലിയ ചലനം ഉണ്ടാകണം. ഈ ദേശത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങണം. ആമീൻ വലിയൊരു കാറ്റ് ഈ ദേശത്ത് അടിക്കണം. ആമീൻ അനേകർക്ക് ആമീൻ വലിയ ഒരു വാഞ്ച ഉണ്ടാകണം. കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു പോകുവാൻ, ആരാധിപ്പാൻ, ഈ പ്രാർത്ഥനയിൽ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആമീൻ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വലിയ വാഞ്ച ഉണ്ടാകേണ്ടതിന് ആ പ്രാർത്ഥന, ആ കൺവെൻഷൻ ആമീൻ ഹല്ലേലൂയ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടത് നമുക്ക് ഒരുമിച്ച് അതിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം ഈ വിഷയങ്ങളെല്ലാം വഹിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ ഹല്ലേലൂയ ഉപയോഗിച്ച് മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷമായി അപ്പച്ചൻ ആശീർവാദം പറഞ്ഞ് അവസാനിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളിൽ മഹാപരിശുദ്ധനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനും